ഫ്രണ്ട്സ് ഏവർക്കും ഈസിലൻ പേസിലേക്ക് സ്വാഗതം. നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 93-ാം വ്യോമസേനാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം ആസാമിലെ ഗുവാഹത്തിയിലെ ബ്രഹ്മപുത്ര നദീതീരത്താണ് നടന്നത്. ഫ്ലൈറ്റ് പാസ്റ്റിൽ 75 വിമാനങ്ങൾ അണിനിരന്നു. 93-ാം വ്യോമസേനാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം ആസാമിലെ ഗുവാഹത്തിയിലെ ബ്രഹ്മപുത്ര നദീതീരത്താണ് നടന്നത്. 75 വിമാനങ്ങൾ അണിനിരന്നു. ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102. ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 102. പട്ടിണിയിൽ ഒന്നാമത് സൊമാലിയ. വയനാടിൻ്റെ ഔദ്യോഗിക ശലഭമാണ് കരിനീലൻ കടുവ. വയനാടിൻ്റെ ഔദ്യോഗിക ശലഭം കരിനീല കടുവ. 2025 നവംബറിൽ H1N1 പക്ഷിപ്പനി മൂലം ഒട്ടകപ്പക്ഷികളെ കൂട്ടക്കൊല ചെയ്ത രാജ്യമാണ് കാനഡ. 2025 നവംബറിൽ H1N1 പക്ഷിപ്പനി മൂലം ഒട്ടകപ്പക്ഷികളെ കൂട്ടക്കൊല ചെയ്ത രാജ്യമേതാണ്? കാനഡ. ദേശാതിർത്തിയിലെ കടലും തീരവും സംരക്ഷണം ഉറപ്പാക്കി ദേശസുരക്ഷാ സേനയുടെ പ്രകടനം സാഗർ കവച്. ദേശാതിർത്തിയിലെ കടലും തീരവും സംരക്ഷണം ഉറപ്പാക്കി ദേശസുരക്ഷാ സേനയുടെ പ്രകടനം സാഗർ കവച്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടിയായ COP30 വേദി ബെലേം, ബ്രസീൽ. ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടിയുടെ COP30 വേദിയാണ് ബെലേം, ബ്രസീൽ. ആമസോൺ വനാന്തരങ്ങളിലേക്കുള്ള കവാടമാണ് ബെലേം. അധ്യക്ഷത വഹിച്ചത് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാഷ്യോ ലൂല ഡ സിൽവ. COP30 അധ്യക്ഷത വഹിച്ചതാരാണ്? ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാഷ്യോ ലൂല ഡ സിൽവ. ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി മന്ത്രിയായിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയൻ സ്റ്റാർമർ. ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മസ്. അപ്പോൾ ബെലേമിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചതാരാണ്? ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി മന്ത്രിയായിരുന്നു. COP30 വേദിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വ്യക്തി ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി മന്ത്രി. COP30 നടന്ന വേദി ഏതാണ്? ബെലേം, ബ്രസീലാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയൻ സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മസ്. ഉഷ്ണമേഖലാ വനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ബ്രസീലിൻ്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ആഗോള സഹായ നിധിയിൽ ഇന്ത്യ അംഗമായി. ഇന്ത്യ ഒരു നിരീക്ഷക രാജ്യമായാണ് അംഗമായിരിക്കുന്നത്. ഉഷ്ണമേഖലാ വനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ബ്രസീലിൻ്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ആഗോള സഹായ നിധിയിൽ ഇന്ത്യ അംഗമായി. നിരീക്ഷക രാജ്യമായാണ് ഇന്ത്യ അംഗമായത്. 2025 ആഗോള കാലാവസ്ഥ ഉച്ചകോടി വേദി ബെലമിൽ, ബ്രസീൽ. 2025 നവംബറിൽ ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ സുരക്ഷാസേന ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തകർത്ത ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പിമ്പിൾ. എന്താണ് ഓപ്പറേഷൻ പിമ്പിൾ? 2025 നവംബറിൽ ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ സുരക്ഷാസേന ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തകർത്ത ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പിമ്പിൾ. 56ാമത് ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഇന്ത്യൻ പനോരമയിലേക്ക് 3 മലയാള സിനിമകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതൊക്കെയാണ് സിനിമകൾ എന്ന് നോക്കാം. തുടരും, തരുൺ മൂർത്തി. അജയൻ്റെ രണ്ടാം മോഷണം, ജിതിൻ ലാൽ. സർക്കിട്ട്, KV താമർ. 56ാമത് ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഇന്ത്യയുടെ പനോരമയിലേക്ക് 3 മലയാള സിനിമകൾ തിരഞ്ഞെടുപ്പെട്ടു. ഏതൊക്കെയാണത്? തുടരും, അജയൻ്റെ രണ്ടാം മോഷണം, സർക്കിട്ട്. നവാഗത സംവിധായകനുള്ള ഫീച്ചർ ഫിലിം വിഭാഗത്തിലാണ് സർക്കിട്ട് മത്സരിക്കുന്നത്. IFIയുടെ വേദി എവിടെയാണ്? ഗോവയിലാണ്. ഉദ്ഘാടന ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഏതായിരുന്നു? ദി ബ്ലൂ ട്രെയിൻ ആയിരുന്നു ഉദ്ഘാടന ചിത്രം. അത് ബ്രസീലിയൻ ചിത്രമാണ്. ജൂറി അധ്യക്ഷൻ രാകേഷ് ഓം പ്രകാശ് മെഹ്റ. ബോളിവുഡ് സംവിധായകനാണ്. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ കഴിയുന്ന പുതിയ നെൽവിത്താണ് ആദ്യ. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ കഴിയുന്ന പുതിയ നെൽവിത്ത് ആദ്യ. ഈ നെൽവിത്ത് വികസിപ്പിച്ചത് കുട്ടനാട്ടിലെ മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രമാണ്. KAU എന്നാൽ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. KAU ആണ് ആദ്യ എന്ന
MO24 എന്നാണ്. KAU കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആദ്യ MO24 എന്നാണ് ആദ്യയുടെ മുഴുവൻ പേര്. ഇത് വികസിപ്പിച്ചത് കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലാണ്. നെൽവിത്തായ ഉമയും നാടൻ നെൽവിത്തായ തവളക്കണ്ണനും സങ്കരണം ചെയ്തിട്ടാണ് ആദ്യ വികസിപ്പിച്ചെടുത്തത്. ആദ്യയുടെ മുഴുവൻ പേരെന്നാണ് KAU ആദ്യ 24. നെൽവിത്തായ ഉമയും നാടൻ നെൽവിത്തായ തവളക്കണ്ണനും സങ്കരണം നടത്തിയാണ് ആദ്യ വികസിപ്പിച്ചത്. കൃഷിമന്ത്രി ആരാണ്? P. പ്രസാദ്. ലോകത്തെ മാറ്റിമറിച്ച ജീവൻ്റെ രഹസ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ ജെയിംസ് വാട്സൺ അന്തരിച്ചു. 1953 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഫ്രാൻസിസ് ക്രിക്കിനൊപ്പം ചേർന്നാണ് അദ്ദേഹം DNA ഘടന കണ്ടെത്തിയത്. ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിസ് എന്നിവരോടൊപ്പം 1962 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചു. ജനനം 1928 ഏപ്രിൽ 6 ഷിക്കാഗോയിലായിരുന്നു. 1968 ദ ഡബിൾ ഹെലിക്സ് എന്ന ഓർമ്മക്കുറിപ്പ് പുറത്തിറക്കി. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.